അപ്പോൾ ഗൈസ്, ഇന്നാണ് എൻ്റെ അല്ലുമ്മ കാത്തിരുന്ന ദിവസം കേട്ടോ. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. ചേച്ചിക്കും അവൾക്കും ബുക്സും സാധനങ്ങളും വാങ്ങാനൊക്കെ പോയപ്പോഴും ചേച്ചിക്ക് സ്കൂൾ തുറന്ന് അവൾ സ്കൂളിൽ പോയപ്പോഴും എൻ്റെ കുട്ടിക്ക് ആകെ ഒരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാണമ്മ ഞാനും സ്കൂളിൽ പോണേ? എന്നാ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുക? എന്നെ സ്കൂളിലേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ യൂണിഫോമും ബാഗും ഒക്കെ വാങ്ങിയത് എന്നുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതിൻ്റേതായ ഒരു സന്തോഷം, സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു വലിയ സന്തോഷം അവളുടെ മുഖത്തുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരു വലിയ കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നേ, മിന്നൽ ചുഴലി എന്നൊക്കെ ഒന്ന് പറഞ്ഞത്. ആ കാറ്റ് വീശിക്കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ ബൈക്കിൽ പോകാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ ഓട്ടോക്കാർക്ക് കുറേ വിളിച്ചു, 2-3 ആൾക്കാർക്ക് വിളിച്ചു, പക്ഷെ ആരും വന്നില്ല. നല്ല കാറ്റ് വീശി, എവിടേക്കും മരങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വിളിച്ച് ഒരാൾ വന്നു കേട്ടോ. എന്നിട്ട് അതിൽ ഞങ്ങൾ നേരെ സ്കൂളിലേക്ക് പോയി. സ്കൂളിലെ ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ പ്രവേശനോത്സവത്തിൻ്റെ പരിപാടികളൊക്കെ. അവിടെ വെച്ചിരിക്കുന്ന വെൽക്കം ബോർഡില്ലേ, അതൊക്കെ ഒന്ന് പിച്ചി പറിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പിടിക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. നേരെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ അച്ഛന്മാർ സംസാരിക്കുകയായിരുന്നു, അച്ഛന്മാർ സിസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ലൈറ്റനിങ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഓരോ ക്ലാസ്സിലേക്കും ഓരോ സെക്ഷനിലേക്കുള്ള ടീച്ചേഴ്സിനെ നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സിൻ്റെ ഒരു ഗംഭീര ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ അമ്മമാരെ പോലെ തന്നെയാണ് സ്കൂളിലെ ടീച്ചേഴ്സും മിസ്സുമാരും. നമ്മൾ അവരോട് എങ്ങനെയാണോ സംസാരിക്കുന്നത്, ഇടപഴകുന്നത്, അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. പിന്നെ പിള്ളേർക്കൊരു പേടിയില്ലാതെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം മിസ്സുമാരേനെ, അതിൻ്റെ രീതിയിലാണ് കേട്ടോ അവരൊരു പെർഫോമൻസ് കാഴ്ചവെച്ചത്. നല്ല രസമുണ്ടായിരുന്നേ. ഡാൻസ് പെർഫോമൻസൊക്കെ കഴിഞ്ഞപ്പോൾ ഫാദർ പറഞ്ഞു ഓരോ സെക്ഷനിലെ ടീച്ചേഴ്സിൻ്റെ കൂടെ ഓരോരുത്തർ പോകണമെന്ന്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് പുറത്തിറങ്ങുമ്പോൾ അടുത്ത സെക്ഷൻ അങ്ങനെയായിരുന്നു കേട്ടോ. അല്ലൂസ് LKG ഡിയിലായതുകൊണ്ട് 2-3 ക്ലാസ്സുകൾ പോയിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ നേരെ ക്ലാസ്സിലേക്ക് കേട്ടോ. അപ്പോൾ പിള്ളേരെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ ബാൻഡ് സെറ്റും പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ബൊമ്മയുണ്ടല്ലോ ഉത്സവങ്ങൾക്കൊക്കെ കാണുന്നത്, അതുപോലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ക്ലാസ്സിലേക്ക് ചെന്ന് മിസ്സ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. എന്തൊക്കെ സാധനങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരാം, കുട്ടികളെ എങ്ങനെ പറഞ്ഞയക്കണം, ഹെയർ സ്റ്റൈല്, പിന്നെ ബുക്സ് കൊണ്ടുവരുന്ന രീതി, ഏതൊക്കെ ബുക്സ് ദിവസം കൊടുത്തയക്കണം, പിന്നെ കുറച്ച് ബുക്സൊക്കെ സ്കൂളിൽ തന്നെ ക്ലാസ്സിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവന്ന് കുറച്ച് ഫോംസൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. എന്നിട്ട് പിള്ളേർക്ക് ഒരു ഗിഫ്റ്റും പിന്നെ സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങി. സ്വീറ്റ്സും ഗിഫ്റ്റും കിട്ടിയപ്പോൾ തന്നെ ആൾ ഹാപ്പി ആയിട്ടാ. പിന്നെ ക്ലാസ് റൂമിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. ആ